അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മിനിറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു കിച്ചൺ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ആസിഫിലേക്ക് ഒരു വട്ടം പറയണ്ടായിരുന്നില്ലേ, അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി കഴിക്കണമെങ്കിൽ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി കഴിക്കണമെന്ന്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ട്രൈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി അങ്കമാലി ഭാഗത്താണ് സ്പെഷ്യൽ മാങ്ങാക്കറി. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാങ്ങ നമുക്ക് കുറെ കിട്ടുമല്ലോ, അപ്പൊ നമുക്ക് മാങ്ങ കൊണ്ട് കുറെ പരീക്ഷണങ്ങൾ നടത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറിന്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ കിട്ടും. അപ്പൊ ഞാൻ കുറച്ച് ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു മാങ്ങ ഞാൻ നന്നായി ചീകി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഇത്തിരി വിനാഗിരി, ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്ക് തിരുമ്മിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഉപ്പിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, വിനാഗിരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ മറ്റുള്ള കൂട്ടൊക്കെ ഒന്ന് ശരിയാവണ വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നോക്കിയാൽ ഞാനൊരു അടികട്ടുള്ളൊരു പാത്രമാണ് എടുത്തുള്ളത്. നോക്കിയാൽ ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലുണ്ടായ പച്ചമുളക് കേട്ടോ. അതുപോലെ തന്നെ ചെറുള്ളി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് കീറിയിടണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ആദ്യം ഇടാം. വേപ്പിൻ്റെ ഇല അങ്ങനെ കിടന്നോട്ടെ, വേപ്പിൻ്റെ തണ്ടിന് നല്ല മണമായിരിക്കും. പച്ചമുളക് നമുക്ക് കീറിയിടാം. ഞാനിപ്പോൾ പച്ചമുളക് കീറിയിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടത്. ഒരു 2-3 എടുത്താൽ മതി. എരിവില്ലാത്തതെന്ന് വെച്ചാൽ കുറച്ച് അധികം എടുത്തോ. അപ്പോൾ ഇതിന് ഞാൻ നന്നായിട്ട് കീറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ സാധാരണ കുറച്ച് വിനാഗിരിയും മഞ്ഞപ്പൊടിയും ഒരു ലാശ് ഉപ്പ് മാത്രം, നമ്മൾ മറ്റൊരു മാങ്ങയിൽ ഉപ്പിട്ടുണ്ടല്ലോ, അത് മാത്രമായിട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ. മുളകും പൊടി മല്ലിപ്പൊടി ഞാനൊരു ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കാൻ പോവാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി, ഉപ്പ്, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. മുളകും പൊടിയും മല്ലിപ്പൊടിയും ഞാൻ കുറച്ച് കുതിർത്തിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് കുതിർത്തിയിട്ടാണ് വെക്കുന്നുള്ളൂ. ഇതൊക്കെ അതിൽ പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കൈ നല്ല എരിവുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒന്നും ഇടുന്നില്ല. നന്നായി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിക്കേണ്ടത്, 2ാം പാലാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ 2ാം പാൽ എടുത്തുകൊണ്ട് കൊണ്ടുവരാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഓക്കെ, സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് 2ാം പാൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2ാം പാൽ ഒഴിക്കാം. 2ാം പാൽ ഞാൻ ഒരു ഗ്ലാസ് 2ാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇടുന്നിട്ട് വെവട്ടെ. അതിന് മുന്നേ നമുക്ക് നമ്മുടെ മുളകും പൊടിയും മല്ലിപ്പൊടിയും ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് 2ാം പാൽ ഒഴിച്ചിട്ട് അതൊന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാങ്ങാനെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടില്ല കേട്ടോ. ഞാനത് ഇത്തിരി കഴിഞ്ഞിട്ട് ഇട്ടുള്ളൂ. ഈ മാങ്ങ ഒന്ന് വെവ്വാറാവുമ്പോഴേ ഇട്ട് കൊടുക്കുള്ളൂ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണവർക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ അവിടെ വെന്തുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 2ാം പാലിൽ മാങ്ങ വെന്തുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, സാധാ മുളകും പൊടിയും മല്ലിപ്പൊടിയും, ഓരോ ടീസ്പൂൺ കേട്ടോ. ഞാൻ അധികം എരിവിടുന്നില്ല, എന്ന് വെച്ചാൽ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ 1ാം പാൽ അരച്ച് വെച്ചത് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 1ാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മാങ്ങ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ മാങ്ങയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കറിയിലേക്ക് ഉള്ളത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറക്റ്റാണ് ഉപ്പ്. ഇനി നമുക്ക് ഈ കറി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്കിനി താളിപ്പിനുള്ള സംഭവം ചെയ്യാം. അപ്പോൾ താളിക്കാൻ ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ താളിപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ശരിയായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആസിഫ് അലി പറയുന്ന പോലെ അങ്കമാലി മാങ്ങാക്കറി കഴിക്കണം.
അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇതിന് ഞാൻ അബേടിന് കൊടുത്തിട്ട് ആളെന്താ പറയുന്നത് നമുക്ക് ചോദിക്കാം. അങ്കമാലി മാങ്ങാക്കറി ശരിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് അബേട്ടനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ്. അപ്പൂന് മാവിന് അടി കിട്ടി, തല്ലൂടിയിട്ട് ഇതേപോലത്തെ പഴങ്ങി പോയിരിക്കും. അപ്പൂ കഴിച്ചു നോക്കിയേ. നമ്മള് സദ്യയിലൊക്കെ പോകുമ്പോ തലേന്ന് പോകുമ്പോ കിട്ടുന്ന അപ്പൊ സക്സസ് ആയിട്ടാ ആള് രസം ഉണ്ടാണോ. നമ്മൾ തലേന്ന് സദ്യക്കൊക്കെ പോലെ കല്യാണ വീട്ടില് അപ്പൊ നമുക്ക് ഇത് കിട്ടില്ലേ അതിന്റെ ടേസ്റ്റ് സൂപ്പർ. അപ്പൊ ഒരു മാവിക്കും വിഷമം തല്ലൂടി അപ്പൊ അച്ഛൻ്റെ അടി കിട്ടി, അതിന്റെ ഒരു വിഷമം. അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.